എന്റെ ടിൻഡു മോനെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. മനുഷ്യനായിരുന്നു, ഞാൻ പോലെ പരിചയമായിരുന്നു. എന്തുവാ 14, 15? പുരുത്തങ്ങട്ട നീ ചെറുപ്രായത്തിൽ ഇങ്ങനെ തുടങ്ങി ഞാൻ എവിടെ ചെന്നെത്തൂടാ? അതൊക്കെ പോട്ടെ, നീ ഇന്നലെ ക്ലാസ്സിൽ വരാന് മേലാനിത് ആവർത്തിക്കരുത്. ഇതാണോ നിന്നെ പഠിപ്പിച്ചിട്ട് കാര്യമെന്ന് പറയണം, മനസ്സിലാവണം നിനക്ക്? ഇന്നലെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ? ഇംഗ്ലീഷ് പഠിച്ചു. ഇംഗ്ലീഷ് എത്ര അക്ഷരമുണ്ട്? 66. കുരുത്തം കേട്ടവന് ഇംഗ്ലീഷിൽ ആകെ 26 അക്ഷരമുള്ളൂ, മനസ്സിലായ? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അക്ഷരം പറഞ്ഞേ. എന്റെ പൊന്നു മോനെ ഭാഗ്യം, ഇത്ര ആൾക്കാരൊക്കെ വന്നിരിക്കണതാണ്. നോക്കി നോക്കി സംസാരിക്കാം കേട്ടാ, മര്യാദയൊക്കെ സംസാരിക്കാം കേട്ടാ. ഇനി നമുക്ക് നിറത്തെ കുറിച്ച് പഠിക്കാം. നിറം സിനിമ വേണടാ, അത് വേറെ. നമുക്ക് പഠിക്കാനുള്ളത് നിറത്തെ കുറിച്ചാണ്. നിറത്തെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? അങ്ങനെയാണെങ്കിൽ ചുവപ്പ് എന്നുള്ള ഇംഗ്ലീഷ് എന്ത് പറയണം? വെരി ഗുഡ്, വെരി ഗുഡ്. നീല എന്നുള്ള ഇംഗ്ലീഷ് എന്ത് പറയും? വെരി ഗുഡ് മോനെ. അങ്ങനെയാണെങ്കിൽ നീലം എന്നുള്ള ഇംഗ്ലീഷ് എന്ത് പറയും? ഒട്ടടിക്ക് നിന്നപ്പോഴും ഞാൻ താഴ്ന്നു കേട്ടാ. അതെ പോട്ടെ, നമുക്കിനി കണക്ക് പഠിക്കാം. നീ കണക്ക് അതെനിക്കറിയാം. നമുക്ക് കണക്ക് പഠിക്കാം. കണക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? മാച്ചസ്, മാച്ചസ് അല്ല. കണക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ മാത്യൂസ്, മാത്യൂസ്. മനസ്സിലായില്ല? മനസ്സിലായില്ല? അങ്ങനെയാണെങ്കിൽ കണക്കിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഓക്കെ, 2, 2, 4, 4, 4, 8, 8, 8, 16. അങ്ങനെയാണെങ്കിൽ 2389 2489 കൂട്ടാൻ എത്ര കിട്ടും? കണക്കൂടാം. നമുക്കിനി പഠിക്കാനുള്ളത് സയൻസാണ്. സയൻസ്, ജീവശാസ്ത്രം, ജീവശാസ്ത്രം. അപ്പോ ഞാൻ ഇവിടെ ചോദ്യം ചോദിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടാ. ഈ മഴ ഉണ്ടാവുന്നത് എങ്ങനെ? മഴ ഉണ്ടാക്കുന്നത് ഞാൻ ചോദിച്ചു. മഴ ഉണ്ടാവുന്നത് എങ്ങനെ? എന്തുകൊണ്ടത് അങ്ങനെ കണക്കൂടാ? അങ്ങനെയാണ് മഴ ഉണ്ടാവണല്ലേ? ഈ കണക്കിൽ ഒരു മഴയുണ്ട ഇവന്റെ കാര്യം പോക്കാം. അതുപോലെ നമുക്കിനി ബയോളജി പഠിക്കാം. ബയോളജി, ചരിത്രം, ചരിത്രം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് എന്തിനാണ്? നീ വന്നപ്പോ ഈ കുട്ടികൾ പറഞ്ഞ കേട്ടാ. ഇപ്പൊ കുട്ടികൾ എടാ, ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് കാറ്റിക്കും പശുക്കും കയറിയിടാനല്ല. എടാ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് മണ്ണൊലിപ്പ് തടയാൻ. ചോദിച്ചു മോനെ. അതുപോലെ മോനെ ആടിനിഷ്ടാണോ? ആട് ആടിനിഷ്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആടിനെ പറ്റി 3 പ്രയോജനങ്ങൾ പറഞ്ഞ കിടക്കട്ടെ. നമുക്ക് പാല് തരും. ഓക്കെ. നമ്പർ 2, ഈ ആടിന്റെ അമ്മ
ഓക്കെ? മോനെ ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയുടെ പേര് പറഞ്ഞേ. ജില്ലാ പഞ്ചായത്ത് പക്ഷിയുടെ താത്ത മുനിസിപ്പാലിറ്റിയിലാണോ? വെരി ഗുഡ് വെരി ഗുഡ്. രാമസഭയുടെ പക്ഷിയാണ് കാക്ക. അങ്ങനെയാണെങ്കിൽ കാക്കയെ പറ്റി 5 പ്രയോജനങ്ങൾ പറഞ്ഞേ. കേട്ടാ 5 പ്രയോജനങ്ങൾ? ആ പറ. രണ്ട് കണ്ണുണ്ട്, 2 കാലുണ്ട്, നീണ്ടൊരു സുണ്ടുണ്ട്. സുണ്ട ഒരു കാര്യം പറയുമ്പോ അത് അതിന്റേതായ രീതിയിൽ പറയണ്ട. അവിടെ കാക്കിക്ക് നീണ്ട സുണ്ടല്ല, കാക്കിക്ക് നീണ്ട ഒരു സ്കുണ്ടുണ്ട്. മനസ്സിലായില്ല? സ്കുണ്ട്. വാലുണ്ട്. പിന്നെ വാലിക്കൊക്കെ അടിയിലായി. ഞാൻ പറയുന്നത് എന്തുവാ ചെറിയ നാണം കെടുത്തതാ. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു, കുറെ നാട്ടുകാരും പഠിപ്പിച്ചു. ഇല്ലേ? അപ്പൊ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. നീയാ? നീ എന്ത് പറഞ്ഞാലും ഞാൻ നിസ്സാരമായിട്ട് എന്തും എഴുതിയില്ലെങ്കിൽ ഇന്നത്തോടുകൂടി ഈ പണി ഞാനിവിടെ രാജി വെച്ച് ഞാൻ ഇവിടെ ഒത്തു വരും. സത്യം ഇല്ല, ഒതിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞ നീ പറയണ പേന ആ പേന കൊടുക്കാം. നീ പറയടാ. ഒരു കളവണ്ടിക്കാരൻ കളയുമായി പത്തനാപുരത്ത് നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് കാള വളവ് തിരിയാൻ പ്രയാസപ്പെട്ടു. അപ്പോൾ കളവണ്ടിക്കാരൻ കാളയോട് ഇതാ കാളയെ ഞാൻ അപ്പോൾ കളവണ്ടിക്കാരൻ കാളയോട് ഇതാ കാളയെ ഞാൻ തോറ്റു. നിന്റെ പേന ഇന്നത്തെ കൂടി ഞാൻ ഈ പണി രാജി വെച്ചിരിക്കുകയാണ്. നിനക്ക് സന്തോഷമായല്ലോ? സന്തോഷമായല്ലോ? എടാ പൊരുത്തം കെട്ടാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാണ് പഠിപ്പിക്കുന്നത്. എന്തറിയാമോ? നിന്നോട് ഞാൻ കുറെ നാളെ എന്റെ അച്ഛൻ വിളിച്ചോണ്ടാ പറഞ്ഞത്. നിന്റെ അച്ഛൻ ബെസ്റ്റ്. അത് ഞാൻ പറഞ്ഞോളൂ. നീ പോ. അവന്റെ വെറുതെ നോക്കിയ ഈ വെള്ളത്തിൽ പ്ലേറ്റ് പോലും